പ്രിയ സുഹൃത്തുക്കളെ, സഹോദരീ സഹോദരങ്ങളെ, നമ്മുടെ ജനാധിപത്യ ഭരണത്തിലും സർക്കാർ നിയന്ത്രിത ഉദ്യോഗസ്ഥ സമൂഹത്തിലും നിലനിൽക്കുന്ന കുറ്റകരവും ശിക്ഷാർഹവുമാകുന്ന അനാസ്ഥകൾക്കെതിരെ 2016 മാർച്ച് മാസം 16-ാം തീയതി മുതൽ ഞാൻ ഒരു നിരാഹാര സമരം ആരംഭിക്കുകയാണ്. ഇത് രാഷ്ട്രപതി, പ്രധാനമന്ത്രി, ചീഫ് ജസ്റ്റിസ്, കേരള മുഖ്യമന്ത്രി എന്നിവർ മുമ്പാകെ പ്രഖ്യാപിച്ചിരിക്കുന്നതാണ്. വിവിധ സംസ്ഥാന തലങ്ങളിൽ നിന്നും ഇതിന്മേൽ അന്വേഷണം ആരംഭിച്ചതായി അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്നത്തെ രാഷ്ട്രീയ ഭരണ സാഹചര്യത്തിൽ ഒരു നടപടിക്രമങ്ങൾ എന്നതിൽ ഉപരി ഇത്തരം അന്വേഷണങ്ങൾ എന്തെങ്കിലും ഫലം ഉണ്ടാക്കുമെന്ന വിശ്വാസവും സർക്കാരിൽ നിന്നും അന്വേഷണ നടപടികൾ ഉണ്ടായാൽ തന്നെ ഈ സമരം നടത്തപ്പെടുന്നതാണ്. കാരണം ഒരു സമൂഹ സന്ദേശം നൽകുക എന്നുള്ളതാണ് ഈ സമരത്തിൻ്റെ ആന്തരിക ലക്ഷ്യം. കുറ്റകൃത്യങ്ങൾക്കെതിരെ നടപടികൾ എടുക്കുന്നില്ല, കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ജനാധിപത്യ ഭരണത്തിൻ്റെ ഉഴപ്പ്. കുറ്റം അത് ഭരണതലത്തിലായാലും ഉദ്യോഗസ്ഥ തലത്തിലായാലും സമൂഹ തലത്തിലായാലും വ്യക്തിതലത്തിലായാലും കുറ്റകൃത്യങ്ങൾക്കെതിരെ അന്വേഷണ നടപടികൾ ഉണ്ടാകണം, കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടും. ഇന്നത്തെ ജനാധിപത്യ ഭരണത്തിൽ ഇത് സാധ്യമാകുന്നില്ല. സമൂഹവും സമൂഹ മാധ്യമങ്ങളും ഇന്ന് കൊട്ടിഘോഷിക്കുന്ന അഴിമതികളുടെ എല്ലാം ഉറവിടം ഇത് തന്നെയാണ്. ഭരണ രാഷ്ട്രീയക്കാർക്കിടയിലും സർക്കാർ നിയന്ത്രിത ഉദ്യോഗസ്ഥർക്കിടയിലും നിലനിൽക്കുന്ന പരസ്പര സംരക്ഷണാർത്ഥമാകുന്ന ഒരു അവിഹിത ബന്ധത്തിലൂടെയാണ് ഇത് സാധ്യമാക്കുന്നത്. സംസ്ഥാന പോലീസിന് ഞാൻ നൽകിയിരിക്കുന്ന 40-ലധികം കുറ്റകൃത്യ പരാതികളിൽ ഇന്ത്യൻ ക്രിമിനൽ നടപടിക്രമം 184, 157 എന്നീ വകുപ്പുകൾ അനുശാസിക്കുന്ന FIR രേഖപ്പെടുത്തുകയോ അന്വേഷണ നടപടികൾ ആരംഭിക്കുകയോ ചെയ്യാതെ കുറ്റവാളികളെ സംരക്ഷിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടികൾ ഉണ്ടാകണമെന്നും അവർക്കെതിരെ ഇന്ത്യൻ ശിക്ഷാ നിയമം 166, 167, 217, 218, 219 എന്നീ വകുപ്പുകൾ പ്രകാരം പ്രോസിക്യൂഷൻ നടപടികളുമായി മുന്നോട്ട് പോകുന്നതിന് സർക്കാർ അനുമതി ലഭ്യമാകണം എന്നും ഉള്ളതാണ് ഈ സമരത്തിൻ്റെ പ്രാഥമിക ആവശ്യം. ഇന്ന് നമ്മുടെ പോലീസിന് കുറ്റകൃത്യ പരാതികളുമായി സമീപിച്ചാൽ നിയമം അനുശാസിക്കുന്ന നടപടികൾ എടുക്കപ്പെടുന്നില്ല എന്നുള്ളത് എന്നെപ്പോലെ തന്നെ നിങ്ങളിൽ പലരുടെയും അനുഭവമായിരിക്കും. സംസ്ഥാന പോലീസ് കുറ്റകൃത്യ നടപടികളിൽ അന്വേഷണം ആരംഭിക്കുന്നത് വാദികൾക്കും പ്രതികൾക്കും ഉണ്ടാകുന്നതായ രാഷ്ട്രീയ ഉദ്യോഗസ്ഥ സ്വാധീനങ്ങൾക്കും പണസ്വാധീനങ്ങൾക്കും അനുസരിച്ച് മാത്രമാകുന്നു. മത സാമൂഹിക തർക്ക വിഷയങ്ങളുടെ മറവിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങളാണെങ്കിൽ അതിൽ നടപടികൾ ഉണ്ടാകുക തന്നെയില്ല. അഥവാ ഉണ്ടാകുകയാണെങ്കിൽ ഏത് വിഭാഗത്തിനാണ് പ്രാദേശികമായി വോട്ട് ബാങ്ക് ശക്തി ഉള്ളത് എന്നതിനെ അടിസ്ഥാനമാക്കി മാത്രമാകുന്നു. സർക്കാർ ഉദ്യോഗസ്ഥരിലും നിലനിൽക്കുന്ന കുറ്റകരമാകുന്ന ഈ അനാസ്ഥ ഇന്ന് നമ്മുടെ ജനാധിപത്യ ഭരണത്തിൻ്റെ സമസ്ത മേഖലകളിലും നിഴലിച്ചു നിൽക്കുകയാണ്. അനുമതികൾ തേടി സർട്ടിഫിക്കറ്റുകൾക്ക് വേണ്ടി, അർഹമായ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങി കാല് തേയാത്ത ഒരു ഭാരതീയൻ പോലും ഉണ്ടാകുകയില്ല. ഇവയ്ക്കെല്ലാം വിവിധ ഉദ്യോഗതല പരിമിതികൾ നിലനിൽക്കുന്നതുകൊണ്ട് വിവിധ ഓഫീസുകൾ കയറി ഇറങ്ങേണ്ടി വരും. എവിടെ നോക്കിയാലും കാണാൻ കഴിയുക അനാസ്ഥയാണ്. അനാസ്ഥയിലൂടെ ചുവപ്പ് നാടയിൽ കുരുങ്ങുന്ന ഫയലുകൾ ഒന്ന് അഴിയണമെങ്കിൽ
അത് ഒരു മേശയിൽ നിന്നും അടുത്ത മേശയിലേക്ക് നീങ്ങണമെങ്കിൽ ഒന്നുകിൽ ഭരണ ഉദ്യോഗസ്ഥ സ്വാധീനം വേണം, അല്ലെങ്കിൽ ഘനമേറിയ കൈക്കൂലി നൽകുവാൻ തയ്യാറാകും. കൈക്കൂലി നൽകുന്നതും കൊടുക്കുന്നതും കുറ്റമാണ് എന്ന് എല്ലാ സർക്കാർ ഓഫീസുകളിലും എഴുതി വച്ചിട്ടുണ്ട്. ഇവയെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് വിജിലൻസ് വകുപ്പുണ്ട്. വിജിലൻസുകാരെ സമീപിക്കുന്നതിനുള്ള ഫോൺ നമ്പറുകളും എഴുതി വച്ചിട്ടുണ്ട്. എന്നാൽ ഇതുകൊണ്ടൊന്നും അനാസ്ഥ മാറുകയില്ല. അനാസ്ഥ മാറണമെങ്കിൽ കൈക്കൂലി ലഭ്യമാകും. പല പ്രാവശ്യം സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങി കാര്യം നടക്കാതെ വരുമ്പോൾ കുറ്റമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ കൈക്കൂലി കൊടുക്കുവാൻ ജനം നിർബന്ധിതരാകുകയാണ്. ഇന്നത്തെ ഭരണ സാഹചര്യത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥർ കുറ്റകരമായ അനാസ്ഥ കാണിച്ചാൽ സാധാരണ ജനത്തിന് ചെയ്യുവാൻ കഴിയുക ഒന്നുകിൽ മേലുദ്യോഗസ്ഥർക്ക് പരാതി നൽകാം, അല്ലെങ്കിൽ സർക്കാരിന് പരാതി നൽകാം. പോലീസ് കുറ്റകൃത്യ പരാതികളിൽ നടപടികൾ സ്വീകരിക്കുന്നില്ല എങ്കിൽ കോടതിയിൽ സ്വകാര്യ അന്യായം നൽകും. ഓരോ കുറ്റകൃത്യ പരാതികളിൽ മേലും സ്വകാര്യ അന്യായം നൽകപ്പെടുക എന്നത് സാധാരണ ജനത്തിനെ സംബന്ധിച്ചിടത്തോളം വിഷമകരമാണ്. കോടതിയിൽ സ്വകാര്യ അന്യായം നൽകിയാൽ പോലും ആ പരാതിയിന്മേൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുവാൻ പോലീസിന് നിർദ്ദേശം കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ കോടതിയിൽ നൽകിയ ഒരു സ്വകാര്യ അന്യായത്തിന്മേൽ അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഉള്ള കോടതിയുടെ നിർദ്ദേശത്തിന്മേൽ അന്വേഷണം ആരംഭിച്ച പോലീസ് പരാതിക്കാരനായ എന്നിൽ നിന്നും മൊഴി പോലും എടുക്കാൻ തയ്യാറാകാതെ, എൻ്റെ കൈവശം ഇരുന്നതായ രേഖകളോ തെളിവുകളോ പരിശോധിക്കാൻ തയ്യാറാകാതെ ക്രിമിനൽ സ്വഭാവമുള്ള പരാതി സിവിൽ സ്വഭാവമുള്ളതാണെന്ന തെറ്റായ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുകയാണ് ഉണ്ടായത്. FIR എടുത്ത ഒരു കേസിൽ മതിയായ തെളിവുകളും രേഖകളും സാക്ഷികളും വീഡിയോ ദൃശ്യങ്ങളും ഉണ്ടായിട്ട് പോലും അന്വേഷണം നടത്താതെ നൽകിയ പരാതി തെറ്റാണ് എന്ന റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുകയാണ്. പോലീസ് നടപടികൾ ഇത്തരത്തിലായിത്തീരുമ്പോൾ കുറ്റകൃത്യങ്ങൾ തെളിയിക്കപ്പെടുന്നില്ല, തെളിവുകൾ കോടതിയിൽ ഹാജരാക്കപ്പെടുന്നില്ല, കുറ്റവാളികൾ ഇവിടെ ശിക്ഷിക്കപ്പെടുന്നില്ല. സർക്കാർ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥകൾക്കെതിരെ മേലുദ്യോഗസ്ഥർക്കും സർക്കാരിനും പരാതി നൽകിയാലും നടപടികൾ ഉണ്ടാകുകയില്ല. ഇവിടെ പോലീസ് കാണിച്ച കുറ്റകരമായ അനാസ്ഥയ്ക്കെതിരെ ഞാൻ ജില്ലാ പോലീസ് മേധാവിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും സംസ്ഥാന പോലീസ് കംപ്ലൈനിംഗ് അതോറിറ്റിക്കും സംസ്ഥാന ആഭ്യന്തര മന്ത്രാലയത്തിനും സംസ്ഥാന മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിട്ടുള്ളതാണ്. എന്നാൽ യാതൊരുവിധ നടപടികളും ഉണ്ടായിട്ടില്ല. മേലുദ്യോഗസ്ഥരിൽ നിന്നും അന്വേഷണ നടപടികൾ ഉണ്ടാകാതിരുന്നതിനെ തുടർന്ന് ഞാൻ സ്വകാര്യ അന്യായവുമായി കേരള ഹൈക്കോടതിയെ സമീപിക്കുകയും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പരാതിക്കാരനുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നതും ഉണ്ടാകാൻ സാധ്യതയുള്ളതുമായ എല്ലാ കോഗ്നിസബിൾ കുറ്റകൃത്യങ്ങൾക്കെതിരെയും നിയമമനുശാസിക്കുന്ന നടപടികൾ സ്വീകരിച്ചിരിക്കണമെന്ന് ജില്ലാ പോലീസ് മേധാവിക്കും സ്ഥലം ഡിവൈഎസ്പിക്കും സ്ഥലം സർക്കിൾ ഇൻസ്പെക്ടർക്കും സ്ഥലം സബ് ഇൻസ്പെക്ടർക്കും നിർദ്ദേശം കൊടുത്തിട്ടുള്ളതാണ്. ഞാൻ നൽകിയിരിക്കുന്ന പരാതികൾ എല്ലാം തന്നെ കളവ്, പിടിച്ചുപറി, കയ്യേറ്റം, വാഹന നശീകരണം, അന്യായമായ തടസ്സപ്പെടുത്തൽ, അന്യായമായ തടങ്കൽ എന്നിങ്ങനെ കോഗ്നിസബിൾ കുറ്റകൃത്യങ്ങൾക്കെതിരെ മാത്രമാണ്. കോടതിയിൽ നിന്നും നിർദ്ദേശം നിലനിൽക്കുമ്പോഴും കുറ്റകരമായ അനാസ്ഥ പോലീസ് തുടരുകയാണ് ഉണ്ടായത്. ഈ സാഹചര്യത്തിലാണ് ഒരു നിരാഹാര സമരത്തിന് ഞാൻ നിർബന്ധിതനായി തീർന്നത്. നമ്മുടെ ജനാധിപത്യ ഭരണത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കിടയിൽ അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥർക്കിടയിൽ കുറ്റകരമായ അനാസ്ഥ ഉണ്ടാകുന്നതിനുള്ള കാരണം കാലഹരണപ്പെട്ട നിയമങ്ങളും നിർവചനങ്ങളിൽ വ്യക്തതയില്ലാത്ത നിയമങ്ങളും ചട്ടങ്ങളും നടപടിക്രമങ്ങളും തന്നെയാണ്. ഈ നിയമങ്ങൾക്കും
ചട്ടങ്ങൾക്കും നടപടിക്രമങ്ങൾക്കും അനുസൃതമായി പ്രവർത്തിക്കുന്നതിന് സർക്കാർ ഉദ്യോഗസ്ഥരെ അനുവദിക്കുന്നില്ല. ഇവർ ചെയ്യുന്ന കുറ്റകൃത്യമായ അനാസ്ഥകൾക്കെതിരെ ശിക്ഷകൾ ഉണ്ടാകുന്നില്ല. ഇവരെല്ലാം സംരക്ഷിത വിഭാഗത്തിൽപ്പെട്ടവരാകുന്നു. ഇവർ കാണിക്കുന്ന കുറ്റകൃത്യങ്ങൾക്കെതിരെ സംസ്ഥാന സർക്കാരിൻ്റെയോ കേന്ദ്ര സർക്കാരിൻ്റെയോ അനുമതിയില്ലാതെ ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ചിട്ടുള്ള പ്രോസിക്യൂഷൻ നടപടികളുമായി മുന്നോട്ട് പോകുന്നതിന് ജനത്തിന് അധികാരമില്ല. ഇന്ന് നമ്മുടെ ജനാധിപത്യ ഭരണത്തിൽ നിയമനിർമ്മാണകരെ തിരഞ്ഞെടുത്ത് വിടുവാനുള്ള വോട്ടവകാശം പൗരന് ലഭ്യമാകുന്നു എന്നതിൽ കവിഞ്ഞ് യാതൊരുവിധ നിയന്ത്രണ അധികാരങ്ങളും നിലനിൽക്കുന്നില്ല. തിരഞ്ഞെടുപ്പുകളിൽ സ്ഥാനാർത്ഥികൾ ജയിക്കുന്നത് നിസ്സാരമായ വോട്ട് വ്യത്യാസങ്ങൾക്കാണ്. മത സാമൂഹിക നിലപാടുകളും പണം, മദ്യം, പ്രീണനം, സഹായം, ഭീഷണി മുതലായവയും ഇവയെ സ്വാധീനിക്കുമെന്നതിനാൽ ഭാരത ജനാധിപത്യത്തിൽ തിരഞ്ഞെടുപ്പുകൾ ഒരിക്കലും യഥാർത്ഥ ജനഹിതമായി മാറുന്നില്ല. ഒരു നിയോജക മണ്ഡലത്തിൽ തങ്ങളെ പ്രതിനിധീകരിക്കേണ്ട സ്ഥാനാർത്ഥി ആരാണെന്ന് തീരുമാനിക്കുന്നതിനുള്ള അധികാരം പോലും സാധാരണ ജനത്തിനില്ല. രാഷ്ട്രീയ പാർട്ടികളിൽ അടിസ്ഥാന ഡെമോക്രസി നിലനിൽക്കാത്തതുകൊണ്ട് മേൽഘടകങ്ങൾ തീരുമാനിച്ചുറപ്പിക്കുന്ന കള്ളനോ കുറ്റവാളിയോ ആകുന്ന സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുത്ത് വിടേണ്ട ഗതികേടിലേക്കാണ് ഭാരത ജനത എത്തിച്ചേർന്നിരിക്കുന്നത്. നമ്മൾ തിരഞ്ഞെടുത്തുവിടുന്ന നിയമനിർമ്മാണങ്ങൾ ജനവിരുദ്ധമായി പ്രവർത്തിച്ചാൽ അവരെ തിരിച്ചു വിളിക്കുന്നതിനുള്ള യാതൊരു അധികാരങ്ങളും ജനത്തിനില്ല. തിരഞ്ഞെടുക്കപ്പെടുന്ന നിയമനിർമ്മാണകരുടെ പേരിൽ എല്ലാം ഭീമമായ വികസനത്തുകയാണ് വകയിരുത്തുന്നത്. ഈ വികസനത്തുക അഴിമതികളിലൂടെ സ്വന്തം പോക്കറ്റിലാക്കുക, ഉദ്യോഗസ്ഥരെ ഭരിക്കുക, അവരെ തങ്ങളുടെ വരുതിയിൽ നിർത്തുക എന്നത് മാത്രമാണ് ഇന്ന് നമ്മൾ തിരഞ്ഞെടുത്ത് വിടുന്ന നിയമനിർമ്മാണകർ ചെയ്യുന്നത്. ഇതിനിടയിൽ ഭരണഘടനാ ഭേദഗതികൾ, നിയമനിർമ്മാണം, നിയമപരിഷ്കരണം, നിയമങ്ങൾക്കും നടപടിക്രമങ്ങൾക്കും അനുസൃതമായി സർക്കാർ ഭരണം നിയന്ത്രിക്കൽ എന്നിങ്ങനെയുള്ള ഭരണഘടനാ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുന്നതിന് ഇവർ മറന്നുപോകുന്നു. ഇവരെല്ലാം അധികാരമോഹികൾ ആയി തീരുന്നതോടെ അധികാരത്തിന് വേണ്ടിയുള്ള വിലപേശലുകൾ രാഷ്ട്രീയ പാർട്ടികളിൽ ഗ്രൂപ്പുകൾ സൃഷ്ടിക്കുന്നു. രാഷ്ട്രീയ പാർട്ടികൾ പിളരുന്നു. രാഷ്ട്രീയ പാർട്ടികളുടെ എണ്ണം ക്രമാതീതമായി വളരുന്നു. ഇത്തരത്തിൽ ഒറ്റയ്ക്ക് നിന്നാൽ ജയിക്കുമെന്ന് യാതൊരുവിധ ഉറപ്പുമില്ലാത്ത ഈ കൂട്ടം മുക്കൂട്ടിയ മുന്നണി രാഷ്ട്രീയവുമായി തിരഞ്ഞെടുപ്പുകളെ നേരിടുകയും ജയിച്ച് അധികാരത്തിൽ വരികയും ചെയ്യും. അധികാരത്തിൽ വരുന്ന ഒരു സർക്കാരിനും നിശ്ചയദാർഢ്യത്തോടെ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്നില്ല. അവിടെ ഭരണം സമ്മർദ്ദപരമാണ്. അതുകൊണ്ട് തന്നെ ഭരണസ്ഥിരത ഉണ്ടാകുന്നില്ല. ഇന്ന് നമ്മുടെ ജനാധിപത്യ ഭരണം നടന്നു പോകുന്നത് ഇത്തരത്തിലാണ്. സർക്കാർ ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ പാർട്ടികളിൽ അംഗമാകരുത് എന്നും രാഷ്ട്രീയ സംഘടനകളിൽ അംഗത്വമെടുക്കരുത് എന്നും രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഇടപെടരുത് എന്നും ഉള്ളത് ഇന്ത്യൻ ഉദ്യോഗസ്ഥ പ്രവർത്തന ചട്ടനിയമങ്ങളുടെ 67-ാം ചട്ടനിയമമാണ്. ഈ ചട്ടനിയമത്തെ നഗ്നമായി ലംഘിച്ചുകൊണ്ട് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് രാഷ്ട്രീയ പാർട്ടികളിൽ അംഗമാകുന്നതിനും രാഷ്ട്രീയ സംഘടനകളിൽ അംഗത്വമെടുക്കുന്നതിനും അവരുടെ സംഘടനാ പ്രവർത്തനങ്ങൾക്ക് തൊഴിൽ സമയം എടുക്കുന്നതിനും സർക്കാർ അനുവദിച്ചു കൊടുക്കുന്നു. ഇവരുടെ എല്ലാം സംഘടനാ സമ്മേളനങ്ങളിൽ രാഷ്ട്രീയ അധികാരിമാരും മന്ത്രിമാരും പങ്കെടുക്കുന്നു, സംസാരിക്കുന്നു. ഇത്തരത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥർക്കിടയിൽ ഉണ്ടാക്കിയെടുക്കുന്ന വ്യക്തമായ രാഷ്ട്രീയ ചേരിതിരിവ് കാരണം സ്വതന്ത്രമായി ചിന്തിക്കുന്നതിനും നിഷ്പക്ഷവും നീതിയുക്തവുമായി നടപടികൾ സ്വീകരിക്കുന്നതിനും ഇവർക്ക് കഴിയാതെ വരുന്നു. ഒരു ഭരണം മാറിയാൽ എല്ലാ സർക്കാർ വകുപ്പുകളിലും
സുപ്രധാന തസ്തികയിൽ ഇരിക്കുന്നവരെ അവിടെ നിന്ന് നീക്കം ചെയ്യുകയും പകരം ഭരണരാഷ്ട്രീയക്കാരോട് കൂറും വിശ്വസ്തയും ഉള്ളവരെന്ന് ഉറപ്പുള്ളവരെ അവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നു. ഈ പ്രക്രിയ നടക്കുന്നതോടുകൂടി ഈ രാജ്യത്തെ നിയമങ്ങളും ചട്ടങ്ങളും നടപടിക്രമങ്ങളും കാറ്റിൽ പറത്തപ്പെടുന്നു. പിന്നെ ഭരണം നടക്കുക ഭരണരാഷ്ട്രീയക്കാരുടെയും ഉപരി ഉദ്യോഗസ്ഥരുടെയും അലിഖിത നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മാത്രമാകും. ഇവിടെ ആര് ശിക്ഷിക്കപ്പെടണം, ആർക്കെതിരെ നടപടികൾ എടുക്കണം, ആര് എന്തെല്ലാം കാര്യങ്ങൾ നടത്തണം, ഇതെല്ലാം തീരുമാനിക്കപ്പെടുന്നത് അലിഖിത രാഷ്ട്രീയ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ്. ഭരണതലത്തിൽ നടക്കുന്ന അഴിമതികളെക്കുറിച്ച് അന്വേഷിച്ച് നടപടികൾ സ്വീകരിക്കേണ്ട സർക്കാർ ഉദ്യോഗസ്ഥർ കുറ്റകരമാകുന്ന അനാസ്ഥയിലൂടെ അന്വേഷണങ്ങളെ പ്രഹസനമാക്കി രാഷ്ട്രീയക്കാരെ ശിക്ഷകളിൽ നിന്ന് രക്ഷിക്കുന്നു. കുറ്റകരമായ അനാസ്ഥയിലൂടെ കൈക്കൂലിയാൽ ജനങ്ങളെ പിഴിഞ്ഞെടുക്കുകയും വികസന പണം കട്ടുമുടിക്കുകയും ചെയ്യുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ യാതൊരുവിധ നടപടികളും എടുക്കാതെ രാഷ്ട്രീയക്കാർ അവരെ സംരക്ഷിക്കും. രാഷ്ട്രീയക്കാർക്കിടയിലും സർക്കാർ ഉദ്യോഗസ്ഥർക്കിടയിലും നിലനിൽക്കുന്ന പരസ്പര സംരക്ഷണാർത്ഥമാകുന്ന ഈ അവിഹിത ബന്ധം മാറാതെ ഭാരത ജനാധിപത്യത്തിൽ ജനനന്മയോ ജനോപകാരപരമായ വികസന പ്രവർത്തനങ്ങളോ ഉണ്ടാകുന്നില്ല. ഇക്കാരണങ്ങളാൽ ഞാൻ എൻ്റെ നിരാഹാര സമരത്തിലൂടെ ഉന്നയിക്കുന്ന ഇതര ആവശ്യങ്ങൾ ഇവയാണ്. 50കളിലും 60കളിലുമായി ഉണ്ടാക്കിയിരിക്കുന്ന നിയമങ്ങളും ചട്ടങ്ങളും നടപടിക്രമങ്ങളും പരിഷ്കരിക്കണം. നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും നടപടിക്രമങ്ങൾക്കും കൃത്യവും വ്യക്തവുമായ നിർവചനങ്ങൾ ഉണ്ടാക്കണം. തുല്യാവകാശം നിലനിർത്തി കോമൺ സിവിൽ കോഡ് ഉണ്ടാക്കണം. മത ജാതി നിയമങ്ങൾ രാജ്യ നിയമങ്ങളിൽ നിന്നും എടുത്തു കളയണം. പൗരൻ നൽകുന്ന അപേക്ഷകൾ കൃത്യമായി ബുക്കിൽ രേഖപ്പെടുത്തിയിരിക്കണമെന്നും അപേക്ഷകൾ സ്വീകരിച്ചതായി രസീതുകൾ നൽകിയിരിക്കണമെന്നും അപേക്ഷകളിൽ ഇത്ര സമയത്തിനുള്ളിൽ തീരുമാനമെടുത്തിരിക്കണമെന്നും അപേക്ഷകൾ അനുവദിച്ചുകൊണ്ടോ കാര്യകാരണ സഹിതം നിരസിച്ചുകൊണ്ടോ അപേക്ഷകനെ ഇത്ര സമയത്തിനുള്ളിൽ തപാലിൽ അറിയിച്ചിരിക്കണമെന്നും ഇന്ത്യൻ ഉദ്യോഗസ്ഥ പ്രവർത്തന ചട്ട നിയമത്തിൽ വ്യവസ്ഥയുണ്ടാകണം. സർക്കാർ ഉദ്യോഗസ്ഥർ നടപടിക്രമങ്ങൾ പാലിക്കാത്തത് കുറ്റമായും അതിനുള്ള ശിക്ഷകളും നിർവചിക്കപ്പെടണം. അനാസ്ഥ കാണിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ മേലുദ്യോഗസ്ഥർക്കും സർക്കാരിനും പരാതി നൽകിയിട്ടും നടപടികൾ ഉണ്ടാകുന്നില്ല എങ്കിൽ ഇവർക്കെതിരെ സർക്കാർ അനുമതിയില്ലാതെ പ്രോസിക്യൂഷൻ നടപടികളുമായി മുന്നോട്ടു പോകാൻ പൗരന് അവകാശം ലഭിക്കണം. നിർബന്ധിത ഹർത്താലിലൂടെ പൗരന്റെ ജോലി സ്വാതന്ത്ര്യവും സഞ്ചാര സ്വാതന്ത്ര്യവും നിഷേധിക്കുന്നവർക്കെതിരെയും വാഹന ഗതാഗതം തടസ്സപ്പെടുത്തി സമ്മേളനങ്ങൾ നടത്തുന്നവർക്കെതിരെയും നടപടികൾ ഉണ്ടാകണം. അലിഖിത ഭരണ രാഷ്ട്രീയ നിർദ്ദേശങ്ങൾക്കും ഉപരി ഉദ്യോഗസ്ഥ നിർദ്ദേശങ്ങൾക്കും അനുസൃതമായി ഇന്ന് നടക്കുന്ന ഭരണ നിയന്ത്രണം മാറ്റി നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും നടപടിക്രമങ്ങൾക്കും സർക്കാർ ഉത്തരവുകൾക്കും അനുസൃതമായി ഭരണ നിയന്ത്രണം നടത്തുന്നതിനും നടപടികൾ എടുക്കുന്നതിനും സർക്കാർ ഉദ്യോഗസ്ഥരെ അനുവദിക്കണം. പൗരന് ലഭ്യമാകേണ്ട സർട്ടിഫിക്കറ്റുകളും അനുമതികളും ആനുകൂല്യങ്ങളും നിയമങ്ങളും ചട്ടങ്ങൾക്കും നടപടിക്രമങ്ങൾക്കും അനുസൃതമായി പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും ലഭ്യമാകാൻ വ്യവസ്ഥയുണ്ടാകണം. രാഷ്ട്രീയ പാർട്ടികളിൽ അടിസ്ഥാന ഡെമോക്രസി ഉണ്ടായിരിക്കണമെന്ന് തിരഞ്ഞെടുപ്പ് ചട്ട നിയമത്തിൽ വ്യവസ്ഥ ചെയ്യണം. കുറ്റവാളികളും കുറ്റങ്ങളിൽ നിൽക്കുന്നവരും തിരഞ്ഞെടുപ്പിൽ നിൽക്കുന്നതിന് അയോഗ്യരാണെന്ന വ്യവസ്ഥ തിരഞ്ഞെടുപ്പ് ചട്ട നിയമത്തിൽ വേണം. കേന്ദ്ര പാർലമെന്റ് പോലെ തന്നെ സംസ്ഥാന നിയമസഭകളിലും ഉപരിസഭയും അധോസഭയും ഉണ്ടാകണം. അധോസഭകളിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രാതിനിധ്യം അവർക്ക് തിരഞ്ഞെടുപ്പിൽ ലഭ്യമാകുന്ന വോട്ട് ശതമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാകണം. തിരഞ്ഞെടുത്ത് വിടുന്ന നിയമനിർമ്മാണകർ
ജനദ്രോഹപരമായി പ്രവർത്തിക്കുന്നുവെങ്കിൽ അതാത് മണ്ഡല ജനങ്ങൾ ആവശ്യപ്പെട്ടാൽ അവരെ തിരിച്ചു വിളിക്കുന്നതിന് ജനങ്ങൾക്ക് അവകാശം കൊടുക്കുന്ന തരത്തിലുള്ള ഹിതപരിശോധനാ വ്യവസ്ഥ തിരഞ്ഞെടുപ്പ് ചട്ടനിയമത്തിൽ ഉണ്ടാക്കണം. പ്രധാനമന്ത്രിയെയും സംസ്ഥാന മുഖ്യമന്ത്രിമാരെയും നേരിട്ട് തിരഞ്ഞെടുക്കുവാൻ ജനങ്ങൾക്ക് അവകാശം ലഭ്യമാകണം. നിയമനിർമ്മാണകരുടെ ഉത്തരവാദിത്വം നിയമനിർമ്മാണവും നിയമപരിഷ്കരണവും ഭരണഘടനാ ഭേദഗതിയും ഭരണനിയന്ത്രണവുമായി നിജപ്പെടുത്തണം. ഇവരുടെ പേരിലെല്ലാം അനുവദിക്കുന്ന വികസന പണം നിർത്തലാക്കണം. മേലിൽ പറഞ്ഞ ഭേദഗതികൾക്ക് ആവശ്യമാകുന്ന ഭരണഘടനാ ഭേദഗതികൾ ഉണ്ടാക്കണം. ഇവിടെ ഞാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന ഇതര ആവശ്യങ്ങൾക്കെല്ലാം തന്നെ ഭരണഘടനാ ഭേദഗതി ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു തരുത്ത പരിഹാരം ഉണ്ടാകുകയില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ നമ്മുടെ ജനാധിപത്യത്തിൽ ഒരു പരിഷ്കരണം ആവശ്യമാണ് എന്നുള്ളത് അനിവാര്യമായ കാര്യമാണ്. ഇത് ജനങ്ങൾ ഉൾക്കൊള്ളുകയും അതിനനുസരിച്ച് പ്രതികരിക്കുകയും ചെയ്താൽ മാത്രമാണ് ഒരു ഭരണപരിഷ്കരണം നമ്മൾ ഉണ്ടാവുക. ഈ ഒരു സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ നിരാഹാര സമരത്തിൻ്റെ ആന്തരിക ലക്ഷ്യം. ബ്രിട്ടീഷ് പാരതന്ത്ര്യത്തിൽ നിന്നും മുക്തി നേടുന്നതിന് വേണ്ടി നമ്മൾ എങ്ങനെ പ്രതികരിച്ചു, എങ്ങനെ സമരം ചെയ്തു, അത്തരത്തിലുള്ള ഒരു പ്രതികരണവും സമരവുമാണ് ഒരു ജനാധിപത്യ പരിഷ്കരണത്തിന് ആവശ്യമായി വരുന്നത്. ഞാനൊരു സർജനാണ്. ഇപ്പോൾ അങ്കമാലി KG ഹോസ്പിറ്റലിൽ ജോലി ചെയ്യും. പ്രാഥമിക വൈദ്യ വിദ്യാഭ്യാസത്തിന് ശേഷം പാശ്ചാത്യ ജനാധിപത്യ രാജ്യങ്ങളിൽ ഉപരിപഠനം നടത്തുന്നതിനും അവിടെ ജോലി ചെയ്യുന്നതിനും അവസരം ലഭ്യമായിട്ടുണ്ട്. അവിടെ തുടർന്ന് ജോലി ചെയ്യുന്നതിനും ആ രാജ്യത്തെ പൗരത്വം സ്വീകരിച്ച് അവിടെ ജീവിക്കുന്നതിനും അവസരമുണ്ടായിരുന്നു. എന്നാൽ മാതൃരാജ്യത്ത് ജീവിക്കണമെന്ന ആഗ്രഹമാണ് തിരിച്ചു വരുവാനും ഉള്ള പ്രേരണ നൽകിയത്. തിരിച്ചു വന്നതിന് ശേഷം ഞാൻ ഈ രാജ്യത്ത് കണ്ടും കേട്ടും അനുഭവിച്ചും അറിഞ്ഞ ചില സാക്ഷ്യങ്ങൾ ഇവിടെ ഒരു സമസ്ത ജനാധിപത്യ പരിഷ്കരണം ആവശ്യമാണെന്ന ഉൾക്കാഴ്ചയാണ് എന്നിൽ ഉളവാക്കിയിട്ടുള്ളത്. ആ ഉൾക്കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു സമരചിന്തയാണിത്. ഞാൻ നടത്തുന്ന നിരാഹാര സമരത്തിൻ്റെ പേരിൽ ഒന്നോ രണ്ടോ പോലീസ് ഉദ്യോഗസ്ഥർ ശിക്ഷിക്കപ്പെടുന്നതുകൊണ്ട് എനിക്ക് ഒന്നും നേടാനില്ല. വാർദ്ധക്യത്തിലേക്ക് കാലൂന്നിയിരിക്കുന്ന ഈ സമയത്ത് ഈ സമരത്തിന് ഒരു രാഷ്ട്രീയ ലക്ഷ്യവുമില്ല. എന്നാൽ ഇത് സമൂഹ നന്മയ്ക്ക് ഉതകുമെന്ന പ്രതീക്ഷയോടെയും വിശ്വാസത്തോടെയും ഞാനിവിടെ ഒരു കർമ്മം ചെയ്യുകയാണ്. ഈ കർമ്മത്തിൻ്റെ ഫലം നിശ്ചയിക്കേണ്ടത് ഈ രാജ്യത്തെ ജനങ്ങളാണ്. എൻ്റെ സമരത്തിന്മേൽ സർക്കാർ എടുക്കുന്ന നടപടികളേക്കാൾ എന്നെ കൃതാർത്ഥനാക്കുക, ഞാൻ നൽകുന്നതായ സന്ദേശം ഈ സമൂഹം ഉൾക്കൊള്ളുമ്പോഴും അതനുസരിച്ച് പ്രതികരിക്കുമ്പോഴുമാണ്. ഞാൻ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ നിങ്ങളുടെയും കൂടി ആവശ്യമാണ് എന്ന് ഞാൻ കരുതുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സഹകരണവും പിന്തുണയും എൻ്റെ സമരത്തിന് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിനായി അഭ്യർത്ഥിക്കുന്നു. ഞാൻ ഈ സമരം തുടങ്ങുന്നത് 2016 മാർച്ച് മാസം 16-ാം തീയതി പുത്തൻകുരിശ് പഞ്ചായത്ത് സിവിൽ സ്റ്റേഷന് സമീപം ഒരുക്കുന്ന പ്രത്യേക സമരവേദിയിൽ അന്നേ ദിവസം വൈകുന്നേരം 5 മണിക്ക് നടത്തുന്ന സമര വിശദീകരണ യോഗത്തിന് ശേഷം അതേ വേദിയിലാണ്. മാർച്ച് മാസം 16-ാം തീയതി നടക്കുന്ന സമര വിശദീകരണ യോഗത്തിലും തുടർന്ന് നടക്കുന്ന നിരാഹാര സമരത്തിലും നിങ്ങൾ പങ്കുകൊണ്ട് എന്നെ അനുഗ്രഹിക്കണമെന്ന് ഞാൻ താഴ്മയായി വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.